ഇന്ന് നമുക്ക് ഉഴുന്നുവട ടേസ്റ്റിൽ റവ വട ഉണ്ടാക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഗ്ലാസ് റവയുടെ അളവാ കാണിച്ചു തരാൻ പോകുന്നത്. ഒരു ഗ്ലാസ് റവ വടയ്ക്ക് വേണ്ട സാധനം: ഒരു മീഡിയം സൈസ് സവാള, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഇത് ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം. വടയ്ക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്ന സവാള, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. സവാള പ്രത്യേകിച്ച് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിയാം, സ്ക്വയറായിട്ടും നീളത്തിലും ഒക്കെ. പക്ഷേ നല്ല കട്ടി കുറച്ച് വേണം അരിയേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വേണം നമ്മൾ മാവിനകത്തിട്ട് കുഴച്ച് വടയുടെ രൂപത്തിൽ വറുത്ത് കോരിയെടുക്കേണ്ടത്. അപ്പോൾ ചൂടായ പാനിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇളക്കിയിട്ട്, ഉപ്പ് പോരെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിന്റെ അളവ് നമ്മൾ പാകം നോക്കി വേണം ചേർക്കേണ്ടത്. ഇപ്പൊ കൂടുതലും കുറവും ഒക്കെ വേണ്ടുന്നവരുണ്ട്. അപ്പൊ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ വെള്ളം നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഈ വെള്ളം വറ്റുന്നവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഈ വെള്ളം വറ്റുന്നവരെ നല്ലതുപോലെ ഇളക്കി വെള്ളം വറ്റിക്കണം. റവ നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ കട്ട പിടിക്കാതിരിക്കാനും നല്ല മയത്തിന് കിട്ടാനുമാണ് നമ്മൾ എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ റവ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന മാതിരി കുഴച്ച് ഒരു 30 മിനിറ്റ് മാറ്റി വെക്കണം. എന്നിട്ടേ നമ്മൾ വടയ്ക്ക് മറ്റുള്ള സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കാവുള്ളൂ. റവ വടയുടെ റവ കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂറായി. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. വടയുടെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നല്ലതുപോലെ ചൂടാവുന്ന എണ്ണയിലോട്ട് നമുക്ക് ഓരോ വടയും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഷേപ്പ് വരുത്തി വെച്ചാൽ നമുക്ക് വേഗം ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. റവ വടയും ചായയും റെഡി. 4 മണി പലഹാരമായിട്ട് എല്ലാവരും വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം. നല്ല രുചിയുമാണ്, എളുപ്പവുമാണ്. അപ്പോൾ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. സമയം പോലെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം.